പറയും നാണക്കേടല്ലേ പുരുഷനല്ലേ, അയ്യ നാണക്കേടല്ലേ പുരുഷനല്ലേ. കൃഷ്ണൻ പറഞ്ഞതു കേട്ടിടാൻ വെക്കത്തിൽ പത്രം പറിച്ചുടയാടയാകാം. കൃഷ്ണൻ പറഞ്ഞതു കേട്ടിടാൻ വെക്കത്തിൽ പത്രം പറിച്ചുടയാടയാകാം. എന്താണ് പരിപാടി? നമ്മള് കഥാപ്രസംഗമൊക്കെ കാതുകയാണ്. ആണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞോ? നമ്മള് കഴിഞ്ഞു. എന്ത് തോന്നുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്? രസമുണ്ടായിരുന്നു അല്ലേ? അപ്പം ചേച്ചി ഒന്ന് പഠിപ്പിക്കുവോ? പിന്നെന്താ, എത്ര തവണ വേണേലും പഠിപ്പിക്കാം. എന്നാ ഒരൊറ്റ വരി. ഓക്കെ, ഫസ്റ്റ് ഇൻട്രോ തന്നെ. ഓക്കെ. ബഹുവന്തിരായ ഗുരുജനങ്ങളെ, ബഹുവന്തിരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ളവരെ, പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. മാതാപിതാക്കളുടെ വാക്കുകൾ സംശയദൃഷ്ടിയോടെ സമീപിക്കുന്ന ആധുനിക തലമുറയ്ക്ക് ഇവനിത് ഓവറാക്കും. കൃത്യമായ സന്ദേശം നൽകുന്ന ഒരു രംഗം വിശ്വോത്തര കൃതിയായ മഹാഭാരതത്തിൽ നിന്നും ഒരു കഥാപ്രസംഗമായി കഥാപ്രസംഗം. ഇനി വീരശൂര പരാക്രമങ്ങളൊക്കെ വരും. അമ്മോ, ഞാൻ കൊളവാക്കോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പറ്റും. പറയൂ. വിശ്വോത്തര കൃതിയായ മഹാഭാരതത്തിൽ നിന്നും ഒരു കഥാപ്രസംഗമായി ഞാൻ അവതരിപ്പിക്കുന്നു കഥ സുയോധനൻ. പടകുടീരത്തിലെ പര്യങ്കത്തിൽ നിദ്രാവിഹീനനായി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് കൗരവ മുഖ്യനായ സുയോധനൻ. പരാജയത്തിന്റെയും അപമാനത്തിന്റെയും കൈപ്പുനീർ കുടിക്കുവാനാണോ തന്റെ ഈ ജന്മം? ഒരാശ്വാസ വാക്കു പറയാൻ പോലും ആരുമില്ല. അന്ധരയുടെ നിസ്സഹായതയിൽ തപ്പിത്തടയുന്ന അച്ഛൻ, അന്ധര സ്വയം ഏറ്റുവാങ്ങിയ അമ്മ, ബാല്യ കൗമാരങ്ങളുടെ നൊമ്പരങ്ങൾ തന്നെ വിടാതെ പിന്തുടരുകയാണോ? ലാളിച്ചതില്ലാരുമെന്നെ ഒരിക്കലും താരാട്ടുപോലും ഞാൻ കേട്ടതില്ല. ലാളിച്ചതില്ലാരുമെന്നെ ഒരിക്കലും താരാട്ടുപോലും ഞാൻ കേട്ടതില്ല. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞാൻ തിരുവല്ല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഇന്ന് എന്താ കഥാപ്രസംഗത്തിൽ മെയിൻ വിഷയം എന്തായിരുന്നു? പുരാണ കഥ ബേസ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. രാജേഷ് കെ പുതുമന സാറിൻ്റെ എഴുതിയതാണ് സുയോധനൻ എന്ന് പറയുന്ന കഥ. എന്ത് തോന്നി? കലോത്സവ വേദിയിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ഭാഗ്യമാണ്. പക്ഷെ എന്ത് തോന്നുന്നു? ഈ ഒരു തലസ്ഥാന നഗരിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെ പുരാണ കഥ തന്നെ എടുത്ത് ഒരു കഥാപ്രസംഗമായിട്ട് ഇത്രയും വലിയൊരു വേദിയിൽ പറയുക എന്നുള്ളത് വളരെ ഭാഗ്യമായി തന്നെ കരുതുന്നു. എല്ലാവരുടെയും സപ്പോർട്ട്, പാരൻസിൻ്റെ, സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ? നല്ല സപ്പോർട്ടായിരുന്നു. പേരൻസ്, അച്ഛനാണ് എന്നെ കഥാപ്രസംഗം പഠിപ്പിച്ചത്. പിന്നെ അമ്മ മലയാള അധ്യാപികയാണ്. അപ്പോൾ ഇതിലോട്ട് നല്ല താല്പര്യമുള്ള ഒരു കക്ഷിയാണ്. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും പ്രാക്ടീസിനാണെങ്കിലും ഇറങ്ങാനും നമ്മുടെ കൂടെ വരാനും ഒക്കെ ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ദുര്യോധന, നിന്റെ നിലയോർത്ത് നീ എന്തിനെ വിലപിക്കുന്നു? നീ ആരെയെങ്കിലും നിസ്വാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞത് അനുസരിച്ച ചരിത്രം നിനക്കുണ്ടോ? സ്വന്തം അമ്മയോട് പോലും കയർത്തിട്ടല്ലേ ഉള്ളൂ. ചെന്ന് അഭിവന്ദ്യ മാതാവിന്റെ ഗാന്ധാരിയുടെ കാലിൽ വീണ് അപേക്ഷിക്ക്. സ്വന്തം ആയുസിന്റെ ദിവ്യശക്തി പകർന്നു തരാൻ അപേക്ഷിക്ക്. പോ. ഇവിടെ പെൺകുട്ടികൾ മാത്രമേ കാതികമാരാണ്. അപ്പൊ കാതികയാണെന്നല്ലേ തെറ്റിക്കാവോ? പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ? അതെന്താണ്? അതിന് പിന്നിലൊരു കഥ ഇപ്പൊ നമ്മള് പെൺകുട്ടികളാണല്ലോ, നമുക്ക് അതിൽ അഭിമാനമുണ്ട്. പക്ഷെ കാതികന്മാർക്ക് ഇപ്പൊ ഇങ്ങോട്ടൊരു താല്പര്യക്കുറവുണ്ട്. അത് എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ പറയുന്ന മടിയും ഇവന്മാരെ തന്നെ കണ്ടില്ലേ എങ്ങനെ അയക്കുന്നത്? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. അതുപോലെ ഈ ഇൻസ്ട്രുമെന്റ്സിലോട്ട് മാത്രം ഇപ്പൊ കഥാപ്രസംഗത്തിൽ ഇവര് ഒതുങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പതുക്കെ അവരെയും ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ പെൺകുട്ടികൾ കില്ലാടികളാട്ടോ. ലാസ്റ്റ് ഒരു വട്ടം കൂടെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ തെറ്റിക്കത്തില്ല കേട്ടോ. ഉറപ്പാണോ? ഉറപ്പ്. കായബലത്തിന്റെ അദ്വിതീയ രൂപമായ ഭീമസേനനെ ഏൽപ്പിക്കുന്ന കായബലത്തിന്റെ കായബലത്തിന്റെ അദ്വിതീയ രൂപമായ എന്റെ പൊന്നു കുഞ്ഞ്, അങ്ങനല്ല, അദ്വിതീയ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ.
എന്നെ പൊന്നോ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഞാൻ ഈ വാർത്തയൊക്കെ കൊടുത്ത് റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചോളാം. ക്യാമറമാൻ അഭിലാഷ് ആറിനൊപ്പം സോന കണ്ടത്തിൽ കൈരളി ന്യൂസ്.